പരിണയം ഭാഗം 2. ചെറിയച്ചൻ പോയി വരുമ്പോൾ അറിയാം എന്താകും കാര്യങ്ങളെന്ന് പ്രിയ മനസ്സിലോർത്തു. നൃത്തം പഠിപ്പിക്കാൻ അന്നവൾ പോയില്ല. മീര വയ്യാണ്ട് കിടക്കുമായിരുന്നു. കുളത്തിലോട്ട് തുണിയും വാരിക്കൊണ്ട് പോയപ്പോൾ നാണിയമ്മൂമ്മയെ കണ്ടു. വിശേഷമൊക്കെ രാമൻ പറഞ്ഞിട്ടോ? എന്റെ ചുന്ദരിക്കുട്ടി ദൂരെയുള്ള കരയിലോട്ട് പോവല്ലേ? അവർ വാത്സല്യത്തോടെ അവളുടെ കരം ഗ്രഹിച്ചു. ഒന്നും പറയാറായിട്ടില്ല അമ്മൂമ്മേ, ചെറിയച്ചൻ പോയിട്ട് വരട്ടെ. രാമനുണ്ണി പറഞ്ഞത് അവർക്ക് മോളെ ബോധിച്ചെന്നാ. എന്തായാലും എന്റെ കുട്ടിക്ക് നല്ലതേ വരൂ. നാണിയമ്മൂമ്മ വീണ്ടും അവളോടായി പറഞ്ഞു. ഞാൻ പോവാ അമ്മൂമ്മേ, താമസിച്ചാൽ ചെറിയമ്മ വഴക്കു പറയും. ഇതും പറഞ്ഞ് അവൾ വേഗത്തിൽ നടന്നകന്നു. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ആര്യയും ഭർത്താവും വന്നിട്ടുണ്ട് അമ്മയെ കാണാൻ. നീ ഇത് ആരോട് കിന്നാരം പറയുമായിരുന്നടി ഇത്രയും നേരം? മീര അവളോട് കയർത്തു. കുടിക്കാൻ എടുക്കുമോ പ്രിയേ? ആര്യയുടെ ഭർത്താവ് കിരൺ ചോദിച്ചു. പ്രിയ വേഗം സംഭാരം പകർന്നു അവർക്ക് കൊടുക്കാനായി വന്നു. കിരണിന് ഗ്ലാസ് കൊടുക്കവേ അയാളുടെ കൈകൾ അവളുടെ കൈവിരലുകളിൽ ഒന്ന് തഴുകി. അവൾ വേഗം കൈ പിൻവലിച്ചു. ഇത് രണ്ടാമത്തെ തവണയാണ് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൾ ഓർത്തു. എന്തായാലും ഊണ് കഴിക്കാൻ നിൽക്കാതെ ആര്യ പെട്ടെന്ന് മടങ്ങി. ഈ സമയത്ത് ദേവനും രാമനുണ്ണിയും പട്ടാമ്പിയിലെത്തിയിരുന്നു. അവരെ സ്വീകരിക്കുവാൻ കൃഷ്ണപ്രസാദ് എത്തിയിട്ടുണ്ട്. ഒരു പടുകൂറ്റൻ ഗേറ്റിന്റെ മുൻപിൽ വന്ന് കാറ് നിന്നു. നിവേദ്യം എന്നാണ് വീടിന്റെ പേര് കേട്ടോ ദേവാ, രാമനുണ്ണി പറഞ്ഞു. ഒരാൾ വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ കാർ അകത്തേക്ക് പ്രവേശിച്ചു. ദേവനും രാമനുണ്ണിയും വീട് കണ്ട് ഒരുപോലെ ഞെട്ടി. ഒരു നാലുകെട്ട് തറവാടിന്റെ പുരാതന ആവിഷ്കാരമായിരുന്നു. ആ വീടിന്റെ തലയെടുപ്പ് കണ്ടോ ദേവാ? രാമനുണ്ണി പറഞ്ഞപ്പോൾ ദേവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അത്രയും വലിയൊരു വീട് ആദ്യമായി കാണുകയാണ് ദേവൻ. അരുന്ധതി ഇറങ്ങി വന്ന് അവരെ സ്വീകരിച്ചു. ഇത്തിരി കൂടി നല്ല വേഷം ധരിക്കേണ്ടതായിരുന്നു താനെന്ന് ദേവൻ അപ്പോൾ ഓർത്തു. ഒരു സ്ത്രീ വന്ന് ഓറഞ്ച് ജ്യൂസ് അവർക്ക് രണ്ടുപേർക്കുമായി നൽകി. അരുന്ധതി വീട്ടിലുള്ളവരെ എല്ലാവരെയും വിളിച്ചു. അതിൽ കൃഷ്ണപ്രസാദിനെയും ഭാര്യയും മാത്രമേ അവർക്ക് പരിചയമുണ്ടായിരുന്നുള്ളൂ. അവരെ കൂടാതെ വേറെയും കുറച്ച് ആളുകളുണ്ട്. അരുന്ധതിയുടെ ഭർത്താവിന്റെ പെങ്ങളും കുടുംബവും കൂടി അവിടെയാണ് താമസമെന്ന് ദേവൻ മനസ്സിലാക്കി. അപ്പോഴേക്കും മുറ്റത്തൊരു ബെൻസ് കാർ വന്നു നിന്നു. ആ, ഇവരെത്തിയിരുന്നല്ലേ, ഞാൻ അല്പം വൈകി എന്നും പറഞ്ഞ് ഒരാൾ അകത്തേക്ക് വന്നു. സുമുഖനായ ഒരു മധ്യവയസ്കനായിരുന്നത്. ഇതാണ് നിരഞ്ജന്റെ അച്ഛൻ, കൃഷ്ണപ്രസാദ് പരിചയപ്പെടുത്തി. ഇയാളുടെ ഛായയാണ് മകനെങ്കിൽ അയാൾ അതീവ സുന്ദരനായിരിക്കുമല്ലോ എന്ന് ദേവൻ ഓർത്തു. ദേവൻ എഴുന്നേറ്റ് കൈകൂപ്പി. ഇരിക്കുക, എന്തിനാ എഴുന്നേക്കുന്നേ? എന്റെ പേര് വേണുഗോപാൽ. ഞാൻ ഗുരുവായൂർ പോയതായിരുന്നു ഉണ്ണിക്കണ്ണനെ തൊഴാൻ. ഇന്ന് ഏകാദശി ആയോണ്ട് ഇത്തിരി തിരക്കായിരുന്നേ, അയാൾ പറഞ്ഞു. ഇവരൊക്കെ നല്ല മനുഷ്യരാണല്ലോ എന്ന് ദേവൻ ഓർത്തു. സച്ചുമോന് സുന്ദരിയായ ഒരു പെണ്ണ് വേണമെന്ന് ഇവിടെ എല്ലാവർക്കും നിർബന്ധമാകട്ടോ. അങ്ങനെ കണ്ടെത്തിയതാണ് അരുന്ധതി പ്രിയമോളെ. പണ്ട് അപ്പൂപ്പന്റെ കാലത്ത് നേർന്ന ഒരു വഴിപാടുണ്ടായിരുന്നു ആ ക്ഷേത്രത്തില്. ഈയിടെ ഒരു പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞതാണേ. അത് നടത്താൻ വന്നപ്പോഴാണ് മോളെ കണ്ടെത്തിയത്, അയാൾ പറഞ്ഞു നിർത്തി. ഇവിടെ നടക്കുന്ന ആദ്യത്തെ വിവാഹമാണ് സച്ചുമോന്റേത്, കൃഷ്ണപ്രസാദ് പറഞ്ഞു. നിരഞ്ജന്റെ ഫോട്ടോ വല്ലതുമുണ്ടോ ഒന്ന് കാണാൻ? ദേവൻ മടിച്ചു മടിച്ചു ചോദിച്ചു. ദേവൂട്ടി. അരുന്ധതി അകത്തേക്ക് നോക്കി വിളിച്ചപ്പോൾ പട്ടുപാവാടയും ബ്ലൗസും ധരിച്ച് ഒരു പെൺകുട്ടി വന്നു. മോളെ, സച്ചുമോന്റെ ഫോട്ടോ വല്ലതുമുണ്ടോ ഒന്ന് കാണിക്കാൻ ഈ ഏട്ടനെ? ആ പെൺകുട്ടി പതിയെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് ഫോണുമായി വന്നു. അരുന്ധതി ഫോൺ മേടിച്ചു. ഇതൊക്കെയാണ് മോന്റെ ഫോട്ടോസ്, ഇവർ ടൂർ പോയപ്പോൾ എടുത്തതാണ് എന്നും പറഞ്ഞ് ഫോൺ ദേവന് കൈമാറി. ഒരു ചെറുപ്പക്കാരൻ ഏതോ മലനിരകളിലേക്ക് നോക്കിയിരിക്കുന്ന ഫോട്ടോയാണ്. പിന്തിരിഞ്ഞിരിക്കുന്നകൊണ്ട് മുഖം അത്ര വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. പിന്നീടുള്ള ഒന്ന് രണ്ടെണ്ണത്തിൽ വലിയ കുഴപ്പമില്ല. എന്നാലും മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ലെന്നും പറഞ്ഞ് അയാൾ ആ ഫോൺ തിരികെ കൊടുത്തു. അരുന്ധതിയുടെ മുഖം ഒന്ന് മങ്ങി. ഉടനെ തന്നെ നമുക്ക് നേരിട്ട് കാണാം, മോനെ വരുത്താം ഇങ്ങോട്ടേക്ക്, വേണുഗോപാൽ ദേവന് മറുപടിയും നൽകി. ഇപ്പോൾ ഇത് നമുക്ക് ഉറപ്പിക്കാം അല്ലേ ദേവ?
കൃഷ്ണപ്രസാദിന്റെ ചോദ്യത്തിനും പെട്ടെന്നൊരു ഉത്തരം കൊടുക്കാൻ ദേവന് കഴിഞ്ഞില്ല. കാരണം അയാൾക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഇവരുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ബന്ധമാണോ തൻ്റേതെന്നോർത്തപ്പോൾ അയാളുടെ മനസ്സ് പുകയാൻ തുടങ്ങി. സ്ത്രീധനം കൊടുക്കാനായി ഇപ്പോൾ അയാളുടെ പക്കൽ ഒന്നുമില്ലായിരുന്നു. 2 പെൺമക്കൾക്കും 101 പവൻ വീതം കൊടുത്തതാണ്. പ്രിയമോൾക്ക് 10 പവനിലും ഒരു തരി പൊന്ന് കൂടരുതെന്നാണ് മീരയുടെ കൽപ്പന. അതിൽ കൂടുതലൊന്നും ഇപ്പോൾ അയാളുടെ പക്കൽ ഇല്ല താനും. അതൊക്കെ ഓർത്ത് ദേവൻ ഒരു നിമിഷം മൗനമായി. സ്ത്രീധനം, കല്യാണച്ചെലവ് എല്ലാം കൂടി ഓർത്തപ്പോൾ അയാളുടെ തല പെരുത്തു വന്നു. എല്ലാത്തിനും ഉപരി പ്രിയമോളുടെ സമ്മതം അവളൊന്ന് നേരിട്ട് കാണുക പോലും ചെയ്യാതെ അയാൾക്ക് 100,000 ചിന്തകൾ മനസ്സിൽ കൂടി കടന്നുപോയി. ദേവൻ എന്താണ് ആലോചിക്കുന്നത്? ഞങ്ങളുടെ മകന്റെ സ്വഭാവത്തെക്കുറിച്ചാണെങ്കിൽ താങ്കൾ പേടിക്കണ്ട കേട്ടോ. അവന് യാതൊരു ദുശീലവും ചീത്ത കൂട്ടുകെട്ടുകളും ഒന്നുമില്ല. 100% ഞാൻ ഉറപ്പു തരുന്നു പ്രിയമോൾ ഇവിടെ സന്തോഷവതിയായിരിക്കും, കൃഷ്ണപ്രസാദ് പറഞ്ഞു. ഞങ്ങളുടെ മകന് ഒരു സുന്ദരിയായ പെൺകുട്ടി വേണം. ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഡിമാൻഡ്. അത് അവൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ്. വേണുഗോപൻ ദേവനെ നോക്കി. എൻ്റെ 2 മക്കളുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാടായില്ല, അതുകൊണ്ടാണ്. ദേവൻ മടിച്ചു പറഞ്ഞു. ദേവൻ ഉദ്ദേശിച്ചത് സ്ത്രീധനമാണോ? അതാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആവശ്യത്തിൽ കൂടുതൽ സ്വത്ത് ഇവിടെയുണ്ട്. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. അതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഇവിടെ, വേണു പറഞ്ഞു. ദേവന് സമ്മതമാണെങ്കിൽ നമ്മൾക്ക് പണിക്കരെ വിളിക്കാറ് നിങ്ങട്. കൃഷ്ണപ്രസാദ് അയാളെ നോക്കി. പണിക്കരാണേ ഇവിടെ മുഹൂർത്തമൊക്കെ കുറിക്കുന്നത്. ബഹുകേമനാ. ഇവരെയൊക്കെ കണ്ടിട്ട് നല്ല ആളുകളാണ്. പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയതാണ് പ്രിയമോൾ. ഇനി ദൈവം അവൾക്ക് ഒരു നല്ല ജീവിതം തരുന്നതായിരിക്കുമെന്ന് അയാൾ ഓർത്തു. എല്ലാം കുട്ടിയുടെ ഭാഗ്യമാ ദേവാ എന്ന് രാമനുണ്ണി കൂടി പറഞ്ഞപ്പോൾ ദേവൻ അവരോട് സമ്മതം പറയുകയായിരുന്നു. പിന്നീട് വേഗം തന്നെ അവർ പണിക്കരെ വിളിച്ചു. അയാൾ വരുന്നതും കാത്ത് എല്ലാവരും അക്ഷമയോടെ നിന്നു. തൻ്റെ കുടുംബത്തിൽ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇങ്ങനൊരു ബന്ധം. ഇങ്ങനൊരു വീട്ടിൽ കാലുകുത്താനുള്ള യോഗ്യതയില്ലാത്തവരാണ് തങ്ങൾ. പ്രിയമോളുടെ കണ്ണീരിനുള്ള പ്രതിഫലമാണോ? അങ്ങനെയാകുമെന്ന് അയാൾ വിശ്വസിച്ചു. എന്നാലും അവളോട് ചോദിക്കാത്തതിൽ ആ കുട്ടിക്ക് പരിഭവം കാണുമോ? ഇല്ലായിരിക്കും. ഒരിക്കലും ഞാൻ അവൾക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യില്ലെന്ന് അവൾക്കറിയാം. ദേവൻ പലവിധ ചിന്തകളിൽ ആ സെറ്റിയിൽ അമർന്നിരുന്നു. ഇടയ്ക്ക് ആ കുടുംബത്തിലെ ഓരോ ആളുകൾ വന്ന് ദേവനോട് സംസാരിച്ചു. എല്ലാവരും നല്ല മനുഷ്യർ. ഒക്കെ എൻ്റെ കുട്ടിയുടെ യോഗം. അങ്ങനെ ആവണേ ഈശ്വര. പണിക്കർ വന്ന് 2 ജാതകവും പരിശോധിച്ചു. പൊരുത്തം ബഹുകേമമാണ് കേട്ടോ. അയാൾ പറഞ്ഞതും അരുന്ധതിക്ക് സന്തോഷമായി. അവർക്കാണ് ഇതിലൊക്കെ വലിയ വിശ്വാസം. പെട്ടെന്ന് തന്നെ പണിക്കർ ആലോചനയിലാണ്ടു. ഒരു പ്രശ്നമുണ്ടല്ലോ വേണു. പണിക്കർ ആലോചിച്ചിരിക്കുകയാണ്. എല്ലാ മുഖവും മങ്ങി വന്നു. എന്താണ് പണിക്കരെ, എന്തു പറ്റി? ഈ വരുന്ന 28 മുതൽ നിരഞ്ജന്റെ ജാതകത്തിൽ കുറച്ച് മോശ സമയമാണ്. അതുകൊണ്ട് അതിനു മുൻപായി വിവാഹം നടത്തണം. 26-ന് നല്ലൊരു മുഹൂർത്തമുണ്ട്. അതിന് പക്ഷേ ഇനി 2 ആഴ്ച സമയമുള്ളൂ. അങ്ങനൊരു പ്രശ്നം കാണുന്നുണ്ട്. പണിക്കർ ഇത് പറഞ്ഞതും വേണുഗോപാലിന്റെ മുഖത്തേക്ക് നോക്കി. 2 ആഴ്ച കൊണ്ട് എങ്ങനെ ഒരുക്കങ്ങളെല്ലാം നടത്തും? പത്മിനി ചേച്ചിയും മക്കളും അമേരിക്കയിൽ നിന്ന് വരണ്ടേ? അരുന്ധതി പറഞ്ഞു. എല്ലാവരുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. ഞാൻ നല്ലൊരു മുഹൂർത്തം പറഞ്ഞെന്നേ ഉള്ളൂ. അയാൾ തലക്കുറികൾ 2 തിരികെ കൊടുത്തു പോകാനായി എഴുന്നേറ്റു. ഞങ്ങൾ വിളിക്കാം പണിക്കരെ എന്നു പറഞ്ഞ് കൃഷ്ണപ്രസാദ് 500-ന്റെ കുറച്ച് നോട്ടുകൾ കൊടുത്തു. അപ്പോഴേക്കും അയാളുടെ മുഖം തെളിഞ്ഞു. വൈകാതെ പണിക്കർ യാത്ര പറഞ്ഞു പോയി. പത്മിനി വരുന്നത് നോക്കിയിരുന്നാൽ വിവാഹം നീണ്ടുപോകും. വേണുഗോപാൽ ആശങ്കയിലാണ്ടു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ? ഏറ്റവും അടുത്ത ദിവസം തന്നെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും വേണ്ടപ്പെട്ട ആളുകൾ ഇങ്ങോട്ട് വരട്ടെ, അല്ലേ വേണു? മോനെയും വിളിച്ചു വരുത്താം, കൃഷ്ണപ്രസാദ് ചോദിച്ചു. അതാ നല്ലത്.
എന്നിട്ട് പറഞ്ഞ ദിവസം തന്നെ കല്യാണം നടത്തായേട്ടാ. വേണുഗോപാൽ അത് ശരിവെച്ചു. നിരഞ്ജന്റെ കുട്ടിയെ കണ്ടില്ലല്ലോ? ദേവൻ ആരാഞ്ഞു. നിരഞ്ജനെന്നല്ല, ആരും കുട്ടിയെ കണ്ടിട്ടില്ല. എന്തായാലും അരുന്ധതിയുടെ സെലക്ഷൻ മോശമാകില്ല. വേണുഗോപാൽ ദേവനെ നോക്കി. എന്നാലും അങ്ങനല്ലല്ലോ, കുട്ടികൾ തമ്മിൽ കാണണ്ടേ? ഒന്നും സംസാരിക്കാതെ. ദേവൻ വിഷമിക്കണ്ട, നമുക്ക് എല്ലാത്തിനും വഴി കാണാം. ഉടൻ തന്നെ അവിടെ നിന്നും വേണ്ടപ്പെട്ടവർ വരിക. അന്ന് തന്നെ മോനെ ഇങ്ങോട്ട് വരുത്താം, എന്തേ? ഉവ്, അങ്ങനെയാവാം. ഏട്ടൻ പറഞ്ഞതാണ് ശരി. ദേവൻ, താങ്കൾ വിഷമിക്കേണ്ട, എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. അവരുടെ എല്ലാവരുടെയും സംസാരം, ആ വീട്, എല്ലാത്തിനും ഉപരി പ്രിയമോളുടെ സന്തോഷം, അതൊക്കെ ഓർത്തപ്പോൾ ദേവൻ അവർക്ക് വാക്കുകൊടുത്തു. എന്നാൽ നമ്മൾക്കിത് ഉറപ്പിക്കാം. പണിക്കർ പറഞ്ഞ ശുഭമുഹൂർത്തത്തിൽ നിരഞ്ജന്റെയും കൃഷ്ണപ്രിയയുടെയും വിവാഹം. ദേവനും വേണുഗോപാലും പരസ്പരം കൈകൊടുത്തു. എല്ലാ മുഖങ്ങളിലും സന്തോഷം തെളിഞ്ഞു നിന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ ചെന്നിട്ട് വിളിക്കാം. ദേവനും രാമനുണ്ണിയും പോകാൻ തയ്യാറായി. എത്ര പേർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം കേട്ടോ ദേവാ, വേണുഗോപാൽ പറഞ്ഞു. അധികം താമസിയാതെ അവർ യാത്ര പറഞ്ഞു പോകുകയും ചെയ്തു. സച്ചിമോനോട് വിവരങ്ങൾ വിളിച്ചു പറയൂ അരുന്ധതി എന്നു പറഞ്ഞുകൊണ്ട് വേണുഗോപാല് അകത്തേക്ക് പോയി. അവൻ സമ്മതിക്കൂ ഏടത്തി? വേണുഗോപാലിന്റെ പെങ്ങൾ ഫാമ അങ്ങോട്ട് വന്നു. സമ്മതിപ്പിക്കണം ഫാമേ. അവൻ ആ പെൺകുട്ടിയെ കാണുമ്പോൾ എല്ലാം മറന്ന് ഒരു വിവാഹത്തിന് തയ്യാറാകും. എങ്ങനെയും ഈ വിവാഹം നടത്തണം. ഈ കുടുംബത്തിൽ ആദ്യമായി നടക്കുന്ന മംഗളകർമ്മമാണ്. അതിനൊരു കുറവും വരുത്താൻ പാടില്ല. ആ പെൺകുട്ടിയെ കാണുമ്പോൾ അവൻ കഴിഞ്ഞതെല്ലാം മറക്കും ഫാമേ. ഞാൻ പത്മിനി ചേച്ചിയെ വിളിക്കട്ടെ? അരുന്ധതി ഫോൺ എടുത്തു. അരുന്ധതിയുടെ അമ്മയുടെ സഹോദരി പുത്രിയാണ് പത്മിനി. ഭർത്താവ് മരിച്ച ശേഷം മകന്റെയും ഭാര്യയുടെയും കൂടെ അമേരിക്കയിലാണ് അവർ. അരുന്ധതിയും പത്മിനിയും കളിക്കൂട്ടുകാരായിരുന്നു. പത്മിനിയുടെ മകന്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. കുട്ടികളില്ലാത്ത ദുഃഖം മാത്രമേ ഉള്ളൂ പത്മിനിക്ക്. പത്മിനി ചേച്ചി മാക്സിമം ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അരുന്ധതി അതീവ സന്തോഷത്തോടെ ഫാമയുടെ അടുത്തേക്ക് വന്നു. സച്ചുവിനെ വിളിച്ചോ അരുന്ധതി? കൃഷ്ണപ്രസാദ് ചോദിച്ചു. ഇല്ലേട്ടാ, വൈകിട്ട് വിളിക്കാം. അവർ അടുക്കളയിലേക്ക് പോയി. എങ്കിൽ നീ ഒന്ന് വിളിക്കു ഗോപ, അയാൾ അനുജനോട് പറഞ്ഞു. അങ്ങനെ മകന്റെ നമ്പറിലേക്ക് വേണുഗോപാലാണ് വിളിച്ചത്. മോനെ, നീ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടൊന്ന് വരണം. ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. നീ മറുത്തൊന്നും പറയണ്ട, അത്യാവശ്യമാണ്. ഇങ്ങോട്ട് എത്തിയാൽ മതി. മകന്റെ മറുപടി കാക്കാതെ അയാൾ ഫോൺ വെച്ചു. സച്ചു വരും, അവനെക്കൊണ്ട് സമ്മതിപ്പിക്കണം. എല്ലാവരും ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു.